ഹായ് വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. ഇന്ന് കാറ്ററ്റ് എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ എന്തായിരുന്നു? നന്നായിട്ട് എഴുതാൻ പറ്റിയില്ലേ? നമ്മൾ കാറ്റഗറി 2-ൽ സോഷ്യൽ എക്സാം നോക്കുമ്പോൾ ഏകദേശം ആവറേജ് ലെവലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന് മനസ്സിരുത്തി എഴുതുകയാണെങ്കിൽ പരമാവധി ചോദ്യങ്ങൾ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഏതൊക്കെ ശരിയായി എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് പറയുന്നു. ഒരു ധാരാതലീയ ഭൂപടത്തിൽ അന്തർദേശീയ അതിർത്തിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ആയത് മനസ്സിലാക്കാം. ഓപ്ഷൻ ഡി ആണ് ഒരു ഇന്റർനാഷണൽ ബൗണ്ടറിയെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയെ കിഴക്കൻ അർദ്ധഗോളം, പടിഞ്ഞാറൻ അർദ്ധഗോളം എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന രേഖാംശങ്ങൾ. നമുക്കറിയാം ഭൂമിയെ അല്ലേ ഇങ്ങനെ എന്താ പറയുക, രേഖാംശ രേഖകളാണ് കിഴക്കൻ, വെസ്റ്റേൺ ആയിട്ടും അതുപോലെ ഈസ്റ്റേൺ, ഇങ്ങനെ 2 അർദ്ധഗോളമായിട്ട് വിഭജിക്കുന്നത്. നമുക്കറിയാം ഒന്ന് 0 ഡിഗ്രി പ്രൈം മെറിഡിയൻ ആണ്. അതുപോലെ തന്നെ അടുത്തത് തൊട്ട് നേരെ ഓപ്പോസിറ്റ് വരെ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലേ, ഇതാണ് കറക്റ്റ്. അടുത്തത് 1857 കലാപത്തിൽ ഡൽഹിയിലെ നേതാവാരായിരുന്നു? നമുക്കറിയാം ബഹദൂർ ഷാ സഫർ ആയിരുന്നു. നന്നായിട്ട് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് നവീന ശിലായുഗം, നിയോലിത്തിക് ഏജുമായി ബന്ധപ്പെട്ടത്? അതെന്താണ്? കൃഷിയുടെ ആരംഭം, അതുമായി ബന്ധപ്പെട്ട മൺപാത്രങ്ങളുടെ നിർമ്മാണം, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി, നാടോടി ജീവിതം അല്ലേ, നാടോടി ജീവിതത്തിൽ നിന്ന് അവർ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ പിന്നീട് ആരംഭിച്ചതാണ്. അടുത്തത് ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന പ്രവാഹത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കാറ്റ്, വിൻഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഇപ്പം ഹിസ്റ്ററിയിൽ നിന്ന് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ യൂറോപ്യന്മാരാരാ? ഡച്ചുകാരെയാണ് കേട്ടോ. അടുത്തത് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നുള്ളത് ഏത് ഇതുമായി ബന്ധപ്പെട്ടതായിരുന്നു? അപ്പോൾ ഉത്തരം ഏതാണെടാ? അത് ചിക്കാഗോ അജിറ്റേഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഭൗതിക ഭൂപടം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഫിസിക്കൽ മാപ്പിൽ റിലീഫ് ഫീച്ചേഴ്സ്, പൊളിറ്റിക്കൽ ബൗണ്ടറീസ്, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ലാൻഡ് യൂസ്. അപ്പോൾ നമുക്കറിയാം ഫിസിക്കൽ മാപ്പ് അല്ലേ, അപ്പോൾ നമ്മൾ അതിൽ റിലീഫ് ഫീച്ചേഴ്സ് ആണ് പ്രധാനമായിട്ടും അതിൽ എന്ത് ചെയ്യുന്നത്. അടുത്തത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്രവർഗ കലാപം ഏതാണെടാ? സാന്താൾ, മുണ്ട, കുറിച്യ, കോൾ. ഏതാണ്? കുറിച്യ കലാപമാണ്. ചരിത്രപരമായി മലബാർ മേഖലയിലെ കൈത്തറി നെയ്ത്ത് കേന്ദ്രം എന്നറിയപ്പെടുന്ന ജില്ല അല്ലേ, നെയ്ത്ത് കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത് കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം. അതേതാണ്? കണ്ണൂരാണ്, കൈത്തറികളുടെ നാട് അല്ലേ. അടുത്തത് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം അത് ജനീവയിലാണ് കേട്ടോ, ജനീവയിൽ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടതാണ്? അത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് ഇന്ത്യയിലെ അടുത്ത ജനസംഖ്യാ സെൻസസ് ഏത് വർഷത്തിലാണ് നടത്താൻ? ഇപ്പം നേരത്തെ ഇട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് 2026 നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് ആനമുടിയാണ്. നമുക്ക് എപ്പോഴും പരിചയമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ ഹാരപ്പൻ സംസ്കാരവുമായി യോജിക്കാത്ത ജോഡി. നമുക്കറിയാം കാരിവങ്കൻ രാജസ്ഥാനാണ്. ലോത്തൽ എവിടെയാണ്? അത് ഗുജറാത്തിലാണ്, ഗുജറാത്ത്. അപ്പോൾ ഇത് യോജിക്കുന്നില്ല. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത് ഗരീബി ഹട്ടാവോ ഇല്ലേ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാമത്, 6ാമത്, 7ാമത്, 8ാമത്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്തത് ഭൂമിയിലെ ഏറ്റവും ഉള്ളിലെ പാളിയാണ്. നമുക്കറിയാം ഏറ്റവും ഉള്ളിലെ പാളി ഏതാടാ? കോർ അല്ലേ, കോർ. ഓക്കെ, ഇന്നർ കോർ, ഔട്ടർ കോർ ഒക്കെ നമ്മൾ പഠിച്ചല്ലേ. അടുത്തത് ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ജോഡികളിൽ ശരിയായത്? ആര്യസമാജ് സ്വാമി വിവേകാനന്ദനാണടാ. ആര്യസമാജ് ദയാനന്ദ സരസ്വതി അല്ലേ. പ്രാർത്ഥനാ സമാജ് ആരതാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. സത്യശോധകാരത ജ്യോതിബ ഫുലെ. സോ ബ്രഹ്മസമാജാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ്, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഒരു അന്തർഗ്രഹം, ഇന്നർ പ്ലാനറ്റ് അല്ലാത്തത് അത് ഏതാണ്? എർത്ത്, മെർക്കുറി, വീനസ്. അതൊക്കെ ഇന്നറാണ്. സോ ജൂപ്പിറ്റർ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിട്ടുള്ളവയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി. നമുക്കറിയാം കബനി, ഭവാനി, പാമ്പാർ. ഉണ്ടോ? ഉണ്ട്, കബനിയാണ് കറക്റ്റ് ആൻസർ. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഗണപരമായ പണനിധി? ഇത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് മോണിറ്ററി പോളിസി. ഇത് കാറ്റഗറി 3-കാരൊക്കെ നോക്കിക്കോളൂ കേട്ടോ. ഏതാണ് അല്ലാത്തത്? സോ ഏതാണ്? ബാങ്ക് റേറ്റ് ആണ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്, ഫിക്സേഷൻ ഓഫ് മാർജിൻ റിക്വയർമെന്റ് ഇതല്ല. ക്യാഷ് റിസർവ് റേഷ്യോ അതും ക്വാണ്ടിറ്റേറ്റീവ് ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത്
ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? അതേതാ? ഗംഗ, യമുന, സിന്ധു. ഗംഗയാണ് അല്ലെ, ഗംഗയാണ് ഏറ്റവും നീളം കൂടിയ നദി. ആവി യന്ത്രം കണ്ടുപിടിച്ചത് നമുക്കറിയാലോ, സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. മാനവ വികസന സൂചിക HDI ഇൻഡെക്സ് അതിന്റെ ആർക്കിടെക്ട് എന്നറിയുന്നത് ആരാണ്? മെഹബൂബുൽ ഹക്കാണ്. ആരാണ്? മെഹബൂബുൽ ഹക്ക്. അടുത്തത്, ഭൂമിയിൽ നിന്നുള്ള വികിരണം ആഗിരണം ചെയ്ത് രാത്രിയിലും ഭൂമിയെ ചൂടായി നിർത്തുന്ന ഏതാണ്? റയർ ഗ്യാസ് ആണോ, നോബിൾ ഗ്യാസ് ആണോ, ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ, CNG ആണോ? നമുക്കറിയാം ഗ്രീൻ ഹൗസ്, ഹരിതഗൃഹ വാതകങ്ങളാണ്. അതുകൊണ്ടാണ് ആ ചൂട് വർദ്ധിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി എവിടെയാണ്? ബൊക്കാറോ, ജാരിയ, റാണിഗഞ്ച്, ദിഗ്ബോയ്. ജാരിയയിലാണ്, ജാരിയ. ഓക്കെ, ഹിമാലയത്തിൽ ഏറ്റവും തെക്കുള്ള ഭാഗം നമ്മൾ ഹിമാലയൻ മൗണ്ടെയിൻസ് പറയുന്നതിൽ നമുക്കറിയാം ഹിമാചൽ അതിൻ്റെ താഴെയാണ് ശിവാലിക് വരുന്നത്. ഓക്കെ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. സോ ഏതാണ്? ശിവാലിക്കാണ് ഏറ്റവും. ഓക്കെ, അടുത്ത, നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം നമുക്കറിയാം 1920 കറക്റ്റ് ആൻസർ വരുന്നത്. ഉപ്പ് സത്യാഗ്രഹമാണ് 30, 42 ക്വിറ്റ് ഇന്ത്യയാണ്, 47 സ്വാതന്ത്ര്യ സമരം. അടുത്തത്, താഴെ പറയുന്നതിൽ ആരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി 1897 അമരാവതി സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തത്? നമുക്കറിയാം അത് നമ്മുടെ C ശങ്കരൻ നായരാണ്, നമ്മുടെ മലയാളിയാണ്. അതുകൊണ്ടാണ് പ്രത്യേകം ചോദിച്ചിട്ടുള്ളത്. അടുത്തത്, സിഗുറാത്തുകൾ എന്ന പുരാതന സംസ്കാരവുമായി ബന്ധപ്പെട്ടത് ഏതാണടാ? അത് മെസപ്പൊട്ടോമിയ. ഏതാണ്? മെസപ്പൊട്ടോമിയയുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ഫേമസ് ആയ ബുക്കാണ്. അത് ആരുടേതാണ്? അത് ദാദാഭായ് നവറോജിയുടേതാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചി MPI അതിലുമായി ബന്ധപ്പെട്ടത് അല്ലാത്തത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ ഉൾപ്പെടും. എംപ്ലോയ്മെന്റ് അതിൽ പെടുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, ഇൻ എഡ്ഗാർസ് ഡെയിൽ കോൺ ഓഫ് എക്സ്പീരിയൻസ് നമ്മുടെ പെഡഗോജിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ട്നെസ് അല്ലെ, അമൂർത്തതയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥ ഏതാണ്? അതാണ് വേർബൽ സിംബൽസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്? സാർവത്രിക വോട്ടവകാശത്തിൽ നമുക്കറിയാം എത്ര വയസ്സാണ്? 18 വയസ്സ് അല്ലേ. അപ്പോൾ 18 വയസ്സ് പൂർത്തിയായ എല്ലാ സിറ്റിസൺസിനും അത് നിർബന്ധമാണ്. ഓക്കെ, നിശ്ചിത രണ്ടാമത്തെ 3, 4 ഒന്നും ശരിയല്ല. ഒരു നിശ്ചിത പ്രായം എന്നല്ല, 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും ഇല്ല വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. നെക്സ്റ്റ്, നിലവിൽ ദേശീയ ഓക്കെ സാർവത്രികയാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ള സാധനം കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും ഉണ്ട്. അതിന് നിശ്ചയ പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം, വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശം. ദ റൈറ്റ് ടു വോട്ട് ഫോർ ഓൾ ഹു ഹാവ് കംപ്ലീറ്റഡ് ദ പ്രിസ്ക്രൈബ്ഡ് ഏജ്, റൈറ്റ് ടു വോട്ട് ഫോർ എവരിവൺ. ഓക്കെ, ഇത് ഈ ഓപ്ഷൻസ് ഒന്ന് കൺഫ്യൂസ്ഡ് ആണ്. 18 വയസ്സ് ഇന്ത്യയിലാണ്, പക്ഷേ ഒരു നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് ഹാവ് നാഷണൽ പാർട്ടി സ്റ്റാറ്റസ്? നിലവിൽ നമ്മൾ ദേശീയ പാർട്ടികൾ പഠിക്കാൻ പറഞ്ഞിരുന്നു. അതിൽ ദേശീയ പാർട്ടി അല്ലാത്തത് ഏതാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഏറ്റവും ലാസ്റ്റത്തെ റിപ്പോർട്ട് പ്രകാരം നമുക്കറിയാം. അടുത്തത്, ഇൻ ദ റിവൈസ്ഡ് ടാക്സോണമി ഓഫ് ബെഞ്ചമിൻ എസ് ബ്ലൂം വിച്ച് ഈസ് ദ ഹയസ്റ്റ് സ്റ്റേജ്? ബ്ലൂമിൻ്റെ അതിൽ ഏറ്റവും വലിയ ഏതാണ് വരുന്നത്? അത് ക്രിയേറ്റിംഗ് ആണ് അല്ലേ, ക്രിയേറ്റിംഗ്. ഓക്കെ, അത് കറക്റ്റാണ്. അടുത്തത്, നെക്സ്റ്റ്, ദ സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേസസ്. ഏത് സോഫ്റ്റ്വെയർ ആണ് 2 പ്രദേശങ്ങൾ തമ്മിലുള്ള അകലങ്ങൾ അളക്കാൻ യൂസ് ചെയ്യുന്നത്? മാർബിൾ അല്ലേ, മാർബിൾ എന്ന സോഫ്റ്റ്വെയർ ആണ്. ഫ്രം ദ ലിസ്റ്റ് പ്രൊവൈഡഡ് ബിലോ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ഉള്ള സ്റ്റേറ്റ് ഏതാണ്? അത് തെലുങ്കാനയാണ്, തെലുങ്കാന. ഓക്കെ, നെക്സ്റ്റ്, ഇൻ ദ SCERTയിൽ ഏറ്റവും ഒടുവിൽ തയ്യാറാക്കിയ ടീച്ചർ ടെക്സ്റ്റിൽ ടീച്ചിങ് മാനുവൽ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ടീച്ചിങ് മാനുവൽ പ്രധാനപ്പെട്ട ഒരു പദം എന്താണ്? ലേണിംഗ് ഔട്ട്കം, ലേണിംഗ് ഒബ്ജക്റ്റീവ്, കരിക്കുലർ ഒബ്ജക്റ്റീവ്, കോമ്പിറ്റൻസി സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഏതാണ്? ലേണിംഗ് ഔട്ട്കം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ, പഠന നേട്ടങ്ങളല്ലേ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് ആൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് സ്റ്റേറ്റ്? ഒരു സ്റ്റേറ്റിന് വേണ്ട എലമെന്റുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പെടാത്തത് ഏതാണ്? ടെറിട്ടറി വേണം, ജനങ്ങൾ വേണം, സോവറിനിറ്റി വേണം, ഡെമോക്രസി ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തത്, കാര്യനിർവഹണ വിഭാഗത്തിന്റെ പ്രധാന ചുമതല, അതായത് എക്സിക്യൂട്ടീവിന്റെ ചുമതല എന്താണ്? അതെന്താണ്? ഇംപ്ലിമെന്റിങ് ലോസ് ആണ്. മേക്കിംഗ് ലോസ് അല്ല എക്സിക്യൂട്ടീവ് ആണോ? അല്ല, ലെജിസ്ലേച്ചർ ആണ്. ഇന്റർപ്രിറ്റിംഗ് ലോസ് ആണ് ജുഡീഷ്യറി വരുന്നത്. സോ ഇതാണ് കറക്റ്റ്. നെക്സ്റ്റ്, സാമൂഹ്യ ശാസ്ത്രത്തിലെ വികാസ
വിലയിരുത്തത്തിൻ്റെ പ്രാഥമിക ശ്രദ്ധ, അതായത് പ്രൈമറി ഫോക്കസ് ഓഫ് ഫോമറ്റീവ് അസസ്മെൻറ്റ്, അതാ ചോദ്യം. സോഷ്യൽ സയൻസിൽ എന്താണ്? സ്റ്റുഡൻസ് വിത്ത് യൂണിറ്റ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് അസസ് ചെയ്യലാണോ, ഫീഡ്ബാക്ക് കൊടുക്കലാണോ, റൈറ്റിംഗ് റിഫ്ലക്ഷൻ നോട്ടാണോ, റാങ്കിങ് ആണോ? നമുക്കറിയാം അത് ഫീഡ്ബാക്ക് കൊടുക്കലാണ്. അതാണ് നമ്മൾ ഫോമറ്റീവ് അസസ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്തത്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിങ് ദ കണ്ടക്ട് ഓഫ് എലക്ഷൻ. പഞ്ചായത്തിലേക്കും നഗരപാലിക ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും ആരാണ് എലക്ഷൻ നടത്തുന്നത്? അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്, അല്ലേ? അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന സ്ഥാപനം. നെക്സ്റ്റ്, ഇന്റർ ഡിസിപ്ലിനറി ടീം ടീച്ചിങ് ഏറ്റവും നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നത് അത് എന്തുമായി ബന്ധപ്പെട്ടതാ? അല്ലേ, ഓൺലൈൻ ഓഫ്ലൈൻ അധ്യാപകരുടെ സാന്നിധ്യമാണോ, അല്ലെങ്കിൽ രണ്ടോ അതിലധികം അധ്യാപകരുടെ സാന്നിധ്യമാണോ, വ്യത്യസ്ത സ്ഥാപനങ്ങൾ അധ്യാപകരുടെ സാന്നിധ്യമാണോ, ഒരേ സ്ഥാപനത്തിലെ വ്യത്യസ്ത വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സാന്നിധ്യമാണോ? ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഒരേ സ്ഥാപനത്തിലെ വ്യത്യസ്ത വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സാന്നിധ്യം. അടുത്തത്, പരമ്പരാഗത അധ്യാപനത്തോടൊപ്പം ഇ ലേണിംഗ് കൂട്ടിച്ചേർത്ത രീതി, അല്ലെ? ഇ ലേണിംഗ് കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയാം. എന്താണ് ബ്ലെൻഡഡ് ലേണിംഗ്? അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചായത്തി രാജ് നഗരപാലിക സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അല്ലെ? ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അധ്യാപിക ചെയ്യുന്നത്, ഇന്ത്യയിലെ വൈവിധ്യങ്ങളാട്ടോ, ഡൈവേഴ്സിറ്റിയാണ് പഠിപ്പിക്കുന്നത്. ഫോക്കസ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് വേണോ? വേണ്ട. എൻകറേജ് അപ്രീസിയേഷൻ ഓഫ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ട്രഡീഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, പരമ്പരാഗത രീതികൾ, ജീവിതശൈലികൾ എന്നിവയെ ആസ്വദിക്കാൻ പ്രേരിപ്പിക്കുക, അത് കറക്റ്റാണ്. അവോയ്ഡ് ഡിസ്കസിങ് റീജിയണൽ ഡിഫറൻസ്, അല്ലേ? തദ്ദേശീയ വ്യത്യസ്ത ചർച്ചകൾ ഒഴിവാക്കുക, ലോകത്തിലെ സമാന സംസ്കാരങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയത് ബി ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് യൂസിങ് റോൾ പ്ലേ? എന്തിനാണ് റോൾ പ്ലേ നടത്തുന്നത്? ടു എൻഹാൻസ് ക്രിയേറ്റിവിറ്റി, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഉയർത്താൻ, ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് ആക്ടറെ കണ്ടെത്താൻ, ഇവാലുവേറ്റ് സ്റ്റുഡൻസ് എബിലിറ്റി ടു റൈറ്റ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന കുട്ടികളുടെ കഴിവ്, അല്ലേ, വിലയിരുത്താൻ, പ്രൊമോട്ട് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, കൃത്യമായിട്ട് നമുക്കറിയാലോ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, എംപതി, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയൽ ലൈഫ് സെനാരിയോ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റോൾ പ്ലേ നടത്തുന്നത്. അടുത്തത്, ബ്ലൂമിൻ്റെ പരിഷ്കരിച്ച വർഗീകരണത്തിൻ്റെ അറിവിൻ്റെ തലങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടോ. ഉൾപ്പെടാത്തത് ഏതാ? അത് ബേസിക് നോളജാണ് കേട്ടോ. ഫാക്ച്വൽ നോളജും അതുപോലെ തന്നെ പ്രൊസീജിയറലും മെറ്റാ കോഗ്നിറ്റീവ് നോളജൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൊളോണിയലിസത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ വിവരിക്കുക. ഇതൊരു എന്ത് തരം ചോദ്യമാണ്? നമുക്ക് MCQ ആയിട്ട് എഴുതാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് ആഗമന രീതി പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർട്ടിക്കുലറായ കാര്യത്തിൽ നിന്ന് ജനറലായ പൊതു തത്വങ്ങളിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? വിഷയത്തെക്കുറിച്ച് ഒരു വിവരണം നൽകുക, വിഷയത്തെക്കുറിച്ച് നല്ലൊരു നിർവചനം നൽകുക, കുട്ടികളോട് അധ്യായം വായിക്കാൻ പറയുക, മലിനീകരണത്തെക്കുറിച്ചുള്ള ചിത്രങ്ങൾ കാണിക്കും. ഏതാണ്? ചിത്രങ്ങൾ ആദ്യം കാണിക്കുക. അതിൽ നിന്നാണ് നമ്മൾ ആ ഇതിലേക്ക് എത്തിച്ചേരുന്നത്. അടുത്തത്, യഥാർത്ഥ പാഠഭാഗം അവതരിപ്പിക്കുന്നതിന് മുമ്പ് പ്രസക്തവും രസകരവുമായ ഒരു സാമൂഹ്യ വാർത്ത അവതരിപ്പിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രസകരം, അല്ലേ? കുട്ടികളെ അതിലേക്ക് റെഡിയാക്കല്ലേ. സോ ഏതാണ്? ലോ ഓഫ് റെഡിനെസ് ആണ്. ഏതാണ്? ലോ ഓഫ് റെഡിനെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പ്രസ്താവനയാണ് ഫ്ലിപ്പ്ഡ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട്? ഫ്ലിപ്പ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് രാവിലെ ക്ലാസ്സിൽ ഹാജരാകുക, രാത്രി ഓൺലൈൻ ചർച്ചയിൽ പങ്കെടുക്കുക, അതാണോ? ഓൺലൈൻ സാമഗ്രികൾ നേരത്തെ കിട്ടുകയും പിന്നീട് ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രം, കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് പങ്കെടുക്കാം. ഇതിലേതാ കറക്റ്റ്? ഓൺലൈൻ സാമഗ്രി നേരത്തെ കിട്ടുന്നു, പിന്നീട് അതിൽ ചർച്ചകൾ നടത്തുന്നു. ഇനി നോക്കൂ, താഴെ കൊടുത്തിട്ടുള്ളവരിൽ ഏതാണ് ചരിത്രം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രൈമറി സോഴ്സ്? ഏതാണ്? ഹിസ്റ്ററി പഠിപ്പിക്കാൻ എൻസൈക്ലോപീഡിയ, സെക്കൻഡറി ആണ് ഡോക്യുഫിക്കേഷൻ, അല്ലേ? സെക്കൻഡറി ഓട്ടോബയോഗ്രഫി, ടെക്സ്റ്റ് ബുക്ക്. ഏതാണ്? ആത്മകഥയാണ് പ്രൈമറി ആയിട്ട് നമ്മൾ എടുക്കുക. അടുത്തത്, ഭൂഭ്രമണം, അല്ലേ? റൊട്ടേഷൻ ഓഫ് ദ എർത്ത് എന്ന് പഠിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠനോപകരണം അറ്റ്ലസ്, ഫിസിക്കൽ മാപ്പ്, ഗ്ലോബ്, പിക്ചർ. ഏതാണ്? അത് ഗ്ലോബാണ് കേട്ടോ, ഗ്ലോബ്. അടുത്തത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി, അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഇതാണ്. അത് ഏതാണ്? 6 years, അല്ലേ? ഓർ 65 years, 6 വർഷമോ 65 വയസ്സോ കംപ്ലീറ്റ് ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ്? പോളിസ് എന്ന് പറഞ്ഞാൽ സിറ്റി സ്റ്റേറ്റ്, പോലീസ് സ്റ്റേറ്റ്, സോവറിൻ സ്റ്റേറ്റ്, ഡിക്റ്റേറ്റോറിയൽ സ്റ്റേറ്റ്. ഏതാണ്? സിറ്റി സ്റ്റേറ്റ് ആണ് അതിൻ്റെ പേര്, നഗരരാഷ്ട്രങ്ങൾ. അടുത്തത്, താഴെ തന്നിട്ടുള്ളവയിൽ ഏതു പഠന സാമഗ്രിയാണ് ഒരു സ്ഥലം കണ്ടെത്താൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത്? ഒരു സ്ഥലം കണ്ടെത്താൻ ഗ്ലോബാണോ, വേൾഡ് മാപ്പാണോ, അറ്റ്ലസ് ആണോ, റിലീഫ് മാപ്പാണോ? ഏതാണ്? അറ്റ്ലസ് ആണ്. അറ്റ്ലസ്.
ഓക്കെ, ടോപ്പ് ഡൗൺ ലോജിക് ഈസ് റിലേറ്റഡ് ടു, അതായത് ടോപ്പ് ഡൗൺ ജനറൽ ടു പെർട്ടിക്കുലർ എന്ന് പറയുന്നത് ഏതാണ്? ZPD ആണോ, സൈക്കോ അനാലിസിസ് ആണോ, ഡിഡക്റ്റീവ് റീസണിങ് ആണോ, കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആണോ? ഏതാണ്? ഡിഡക്റ്റീവ് റീസണിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, സർഗാത്മകത ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? പോസിറ്റീവ് തിങ്കിങ്, റാഷണാലിറ്റി, കൺവേർജന്റ് തിങ്കിങ്, ഡൈവേർജന്റ് തിങ്കിങ്. നമുക്കറിയാം സർഗാത്മകത ഇതിൻ്റെ വിവിധ വശങ്ങളിലേക്ക് പോകുന്നല്ലേ, അതായത് ഏതാണ്? ഡൈവേർജന്റ് തിങ്കിങ് ആണ്. നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, രാഷ്ട്രതന്ത്രശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്? പൊളിറ്റിക്കൽ സയൻസ് ഡീൽസ് വിത്ത് സ്റ്റേറ്റുകൾ, ഗവൺമെൻറ്, കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം അതിൽ ഡീൽ ചെയ്യുന്നില്ലേ? സോ ഓൾ ഓഫ് ദി എബോ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഇത്രയും 60 ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് മനസ്സിരുത്തി എഴുതാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ എക്സാമിൽ നല്ല മാർക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു.